നമസ്കാരം തിരുമേനി. നമസ്കാരം. എന്താ തിരുമേനി, ഒരു ശനീശ്വര പൂജ ചെയ്യണം. ശനീശ്വര പൂജ ആർക്കാ ചെയ്യാനുള്ളത്? ഇവൾക്ക്. ഇരിക്കെ. അല്ല, ഈ സാർ ഏതാ? ഇതെന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോനാ. സാറിന്റെ നാളേതാ? പൂരം. പൂരത്തിനും ശനീശ്വര പൂജ നല്ലതാ. ഇങ്ങോട്ടിരിക്കാൻ പറയൂ. രണ്ടുപേർക്കും കൂടി ഒരുമിച്ചങ്ങ് ചെയ്യാം. അതൊന്നും വേണ്ട, എനിക്ക് പോണം. ആനന്ദേ, ഇരിക്ക്. ഏതായാലും 2 മിനിറ്റ് കാര്യമല്ലേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അതങ്ങ് ചെയ്തേക്കാം. ഒന്നാമത് ചേച്ചി നിന്റെ കല്യാണ ആലോചനയൊക്കെ തുടങ്ങി. അപ്പൊ എല്ലാ ദോഷങ്ങളും തീരണം. അറിയില്ലേ, കല്യാണ സമയത്ത് ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലേ സ്വാമി? കല്യാണ സമയത്ത് വരനോ വധുവിനോ ദോഷങ്ങളുണ്ടെങ്കിൽ അത് പിറക്കാൻ പോകുന്ന കുട്ടിയെ വരെ ബാധിക്കുമെന്നാ ശാസ്ത്രം. ദോഷപരിഹാരം എപ്പോഴും നല്ലതാ. ഇരിക്കാനന്ദേ. നശിച്ചവള്. ഇതൊക്കെ അവിചാരിതമായി സംഭവിച്ചു പോകുന്നതാണോ അതോ ഇവള് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ? അതോ ഇപ്പൊ എന്റെ സംശയം. ഏതായാലും അവളെ വെറുതെ വിടരുത് ആന്റി. ചരട് കെട്ടിയിരുന്നെങ്കിൽ 48-ാം ദിവസം നമ്മുടെ കല്യാണമായിരുന്നു. വിടില്ല ഞാൻ അവളെ, വിടില്ല. I have already sent it. നമ്മൾ ഓറലി ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞതാ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നന്നായി വായിച്ചു നോക്കിയിട്ട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാം. ഐ ആം ജസ്റ്റ് എ കോൾ അവേ. ഓക്കെ, ശരി. അപ്പോ ഹാവ് എ നൈസ് ഡേ ഡിയർ. ടേക്ക് കെയർ. കമല മാഡം, ടെൻഡർ അപ്രൂവൽ ചെയ്തത് തിരിച്ച് മെയിൽ ചെയ്തില്ലായിരുന്നു? ഇന്നലെ തന്നെ അയച്ചിരുന്നു മാഡം. അത് സെൻഡ് ആയിട്ടുണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ മാഡം. ഞാൻ ആ ജോയിന്റ് സെക്രട്ടറിയോടൊന്ന് സംസാരിക്കട്ടെ. ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. തൃച്ചംബരത്തെ പെൺപുലി വലിയ ബിസിയാണല്ലോ. ഇത് പറ്റിയ അവസര ആ കല്യാണിയെ കുരുക്കാൻ. എടി പൊന്നുമോളെ കല്യാണി, ഞാൻ എങ്ങനെയെങ്കിലും ആ ദുർമന്ത്രവാദി ജപിച്ചു തന്ന വശീകരണ ചരട് കെട്ടി ആനന്ദും ജയന്തിയുമായിട്ടുള്ള കല്യാണം നടത്താന്ന് വിചാരിച്ചപ്പോ നീ അത് ഈസി ആയിട്ട് അങ്ങ് പൊളിച്ചടുക്കി, അല്ലേ? എന്നാ നിന്നെ പൊളിച്ചെടുക്കാനുള്ള ഒരു മന്ത്രം ഞാൻ ഓതി കൊടുക്കുന്നുണ്ട് അഖിലാണ്ടേശ്വരിക്ക്. ഇന്ന് നിന്റെ അവസാനം. ചേച്ചി, I know. I can understand. ഞാനും അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ടാക്സ് കാര്യങ്ങളിൽ ഞങ്ങൾ അപ് ടു ഡേറ്റാ. സാർ ഒന്ന് ഫയൽ നോക്കിയിട്ട് വിളിക്കണം. ശരി, ഓക്കെ സർ, താങ്ക് യു. ചേച്ചി ബിസിയാണോ? കണ്ടിട്ട് എന്തു തോന്നുന്നു? അല്ല ചേച്ചി എപ്പോഴും ബിസിയല്ലേ? കമ്പനി, ബിസിനസ്, മാർക്കറ്റിംഗ് ഒന്നും പോരാഞ്ഞ് ഇപ്പൊ പുതിയൊരു കമ്പനിയും തുടങ്ങാൻ പോകുന്നു. സത്യം പറയാലോ ചേച്ചി, ഞാനായിരുന്നെങ്കി ഇപ്പൊ വട്ട പിടിച്ചു പോയേനെ. 2 ലക്ഷം രൂപയുടെ ചെക്കാ. ഇതാ വീട്ടിൽ പോയി അയാൾക്ക് നേരിട്ട് തന്നെ കൊടുക്കണം. ശരി മാഡം. ആഹാ, എന്താ രാവിലെ? ഓഫീസിൽ പോകാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? അമ്മേ, ആ ഡൊണാൾഡ് വിളിച്ചിരുന്നു. കെവിൻ കോർപ്പറേറ്റ്സിന്റെ ഒരു കോൺട്രാക്ട് നമുക്ക് ഓഫർ ചെയ്തിരിക്കുക. വൗ, ദാറ്റ്സ് ഗ്രേറ്റ്. കെവിൻ കോർപ്പറേറ്റ്സ് ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കമ്പനിയാ. അതെ അമ്മേ, ഇപ്പൊ ഫോൺ വന്നതേ ഉള്ളൂ. ഡൊണാൾഡിനോട് ഓഫർ കൺഫേം ചെയ്യാന്ന് ഞാൻ വാക്കുകൊടുത്തു. അതുമല്ല, 100 കോടിയാ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ഗുഡ്, വളരെ നല്ല കാര്യം. നമ്മളന്ന് ഇവളെ വെച്ച് അയച്ച ഫോട്ടോ അവർക്ക് ബോധിച്ചു അല്ലേ?
അതെ അമ്മേ, കുറച്ച് കൺഫ്യൂഷൻ വന്നെങ്കിലും നമ്മളന്ന് കറക്റ്റ് ടൈമിന് അയച്ചു കൊടുത്തതാ ഗുണമായത്. ഉം. അതുപോലെ ഈ പ്രോജക്റ്റ് ഓക്കെ ആവുന്നതിനും നമ്മൾ അവർക്കൊരു പ്രോഗ്രാം പ്രസന്റ് ചെയ്യേണ്ടി വരും. പ്രോഗ്രാമോ? എന്ത് പ്രോഗ്രാം? അതമ്മേ, നമ്മൾ കേരളത്തിന്റെ പരമ്പരാഗത രീതിയിലുള്ള ഒരു കല്യാണം നടത്തി ഷൂട്ട് ചെയ്തയക്കണം. ഉം. സ്ട്രിക്ട്ലി ട്രഡീഷണൽ രീതിയിൽ. അതിനെന്താ, ഈസി അല്ലേ? അത് ചെയ്ത് അയച്ചു കൊടുക്കണം. ഏതെങ്കിലും മോഡൽസിനെ വിളിച്ച് ഒരു കല്യാണം ഷൂട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോളൂ. സമാധാനമായി. കല്യാണി ആകെ പേടിച്ചു പറിച്ചിരിക്കുകയായിരുന്നു. ആ? അതിന് കല്യാണി എന്തിനാ പേടിക്കുന്നത്? മനസ്സിലായില്ല. അതമ്മേ, നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറിനെ വെച്ച് കല്യാണം ഷൂട്ട് ചെയ്യണമെന്ന ഡൊണാൾഡിന്റെ ഒരു പ്രധാന കണ്ടീഷൻ. ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോ കല്യാണി അഭിനയിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. അവക്കിപ്പോ ഭയമാണെന്ന്. അമ്മ ഒരു വാക്ക് പറഞ്ഞ കല്യാണി അഭിനയിക്കും. അതാ ഞങ്ങൾ ഇവിടെയും വിളിച്ചോണ്ട് വന്ന്. ഹലോ ഷമീറെ, ഡ്രൈവിംഗിലായതുകൊണ്ട് നേരത്തെ കട്ട് ചെയ്ത്. ഇപ്പൊ ഫ്രീയാ, പറഞ്ഞു. എങ്ങനെ? അയ്യോ, അത് 8 പറ്റില്ല ഷമീറെ. 10 ലക്ഷമെങ്കിലും തികച്ചു കിട്ടണം. ഷമീറിന് അറിയാവുന്ന കാര്യമാണല്ലോ. അന്നൊരാള് 15 ലക്ഷം രൂപ കയ്യിൽ കൊണ്ടുവച്ച് തന്നതാ, കൊടുത്തില്ല. പക്ഷെ ഇന്നിപ്പോ ഇങ്ങനൊരു ആവശ്യം വന്നപ്പോ ശരി ശരി ശ്രമിക്കേ. മറുപടി പെട്ടെന്ന് വേണം, ഞാൻ വിളിച്ചോളാം. ശരി. ആ എന്തു പറ്റി ഇത്ര വലിയ ചിന്ത? ഏയ് ഒന്നുമില്ല. അച്ഛൻ വന്നിട്ട് കുറച്ചു നേരം ആയോ? ഒരു 5 മിനിറ്റ്. ഷമീർ വിളിച്ചിരുന്നു. നാട്ടിലെ വസ്തുവും വീടും കൂടെ ഒരാൾ 8 ലക്ഷം രൂപ പറഞ്ഞു പോലും. ഏതായാലും 8 കൊടുക്കുന്നില്ല. നമ്മൾ ആവശ്യക്കാരാണെന്ന് അറിഞ്ഞപ്പോ വില താഴ്ത്തി പറയുന്നതാ. പക്ഷേ കാശിന് കാശ് തന്നെ വേണമെന്നൊരു പ്രശ്നമുണ്ട്. ഈ വഴി അല്ലെങ്കിൽ പിന്നെ സഹകരണ ബാങ്കിൽ ലോൺ വെച്ച് കുറച്ച് പൈസ എടുക്കാന്നുള്ളതാ. അതും ഇപ്പൊ വലിയ പാടായിരിക്കും. നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ടില്ലല്ലോ. മാത്രമല്ല ഇപ്പോ 5 സെന്റിനൊന്നും ബാങ്കുകാർ ലോൺ കൊടുക്കുന്നില്ലെന്നും കേട്ടു. ഏതായാലും കുന്നുംപുറത്ത് അനിൽ സഖാവ് ഇപ്പൊ ബാങ്ക് പ്രസിഡന്റോ മറ്റോ ആണ്. നാട്ടിൽ പോയി അയാളെ ഒന്ന് കാണണം. അത് നല്ലതാച്ചാ. അങ്ങനെയാവുമ്പോ എന്റെ അമ്മ അടക്കം ചെയ്ത മണ്ണ് കൈവിട്ടു പോവില്ല. നമുക്ക് കുറേശ്ശെ ലോൺ അടിച്ച് ഭൂമി തിരികെ എടുക്കുകയും ചെയ്യാം. വരട്ടെ. ഏതായാലും നാളെ നേരം വെളുത്തിട്ട് തീരുമാനിക്കാം കാര്യങ്ങൾ. നീ കഞ്ഞി എടുത്ത് വെക്ക, ഞാൻ മേലെ ഇട്ട് വരാം. അച്ഛാ, ഒരു കാര്യം പറയാനുണ്ട്. അതാ ഞാനിപ്പോ കാത്തു നിന്നത്. അയ്യോ, എന്താ കാര്യം? പണ്ടത്തെ പോലെ നീ വീണ്ടും വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അതൊന്നുമല്ല. വലിയ കുഞ്ഞിനെ ഏതോ ഒരു സായിപ്പ് വിളിച്ചിട്ട് 100 കോടിയുടെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചിരിക്കുക. ആ, അത് നല്ല കാര്യമല്ലേ. അതിനെന്തിനാ നീ ഒരു പ്രശ്നം പോലെ പറയുന്നേ? പ്രശ്നമുണ്ട്. ആ പ്രോജക്റ്റ് സാങ്ഷനായി കിട്ടണമെങ്കിൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായ എന്നെ വെച്ച് ഒരു കല്യാണം ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കണമെന്ന കണ്ടീഷൻ. കല്യാണം ഷൂട്ട് ചെയ്യാനോ? അതായത് അന്ന് എന്നെ കല്യാണ പെണ്ണിനെ പോലെ അഖില മേഡത്തിന്റെ ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുക്കി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു പറഞ്ഞത് ഓർക്കണില്ലേ? ഓർമ്മയുണ്ട്. ആ, അതുപോലെ ഇപ്രാവശ്യവും കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി താലികെട്ടടക്കം ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കണമെന്നാ പറയണേ. അയ്യോ, അതെങ്ങനെ പറ്റും? നീ ഇപ്പോഴും? അതെ, അതുകൊണ്ട് തന്നെ അഖില മേഡവും പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു. ഗുഡ് മോർണിംഗ് റാസ്കൽസ് ആൻഡ് ബ്ലഡി ഫൂൾസ്. അയ്യോ